This call is now being recorded. Okay, screen കാണാൻ പറ്റുന്നില്ലേ? ഹലോ. ഓക്കെ. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വേരിയബിൾ ആക്സിലറേഷൻ്റെ ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി വായിക്കാം. ഓക്കെ, എ പോയിന്റ് ഈസ് മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് an acceleration given by a is equal to 15t minus 20. Okay, it passes through a reference point t equal to 0 and another point 30 meter away after an interval of 5 seconds. Okay, so calculate displacement, velocity and acceleration of the point after a further interval of 5 seconds. Okay, so initially consider a particle is at A. At that time t is 0. Okay, so after 5 seconds this particle reaches the point B, okay, which is 30 meter away from the point A. Okay, then we have to calculate displacement, velocity and acceleration after a further interval of 5 seconds. Okay, so B കഴിഞ്ഞ് സിയിൽ എത്തിക്കഴിഞ്ഞിട്ടാകുമ്പം again ഒരു 5 സെക്കൻഡ് കൂടി കഴിഞ്ഞു. Okay, so from B to C time taken is 5. Okay, so actually at C time will be 10 seconds. Okay, നമുക്ക് മാറ്റി എഴുതാം. 5 അല്ല, കാരണം ഇനീഷ്യൽ പോയിന്റ് എന്ന് so further interval of 5 seconds എന്ന് പറഞ്ഞു. Okay, so total time, okay, from A to C the total time taken is 10 seconds. Okay, because 30 meter away എത്തുമ്പോഴുള്ള ടൈം 5 സെക്കൻഡിന് ശേഷം 30 meter ഡിസ്റ്റൻസിലെത്തും. അത് കഴിഞ്ഞ് ഫർദർ 5 സെക്കൻഡ് കൂടി കഴിഞ്ഞിട്ട് എന്നാണ് സിയിലെത്തുന്നത്. ഓക്കെ, സോ ടോട്ടൽ ടൈം ടേക്കൺ ഇവിടെ സിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ടൈം that is 10 seconds. Okay, then we have to calculate displacement, velocity and acceleration. Acceleration ആണ് തന്നിരിക്കുന്നത് 15t minus 20. Okay, so നമുക്കറിയാം ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും കിട്ടും. ഓക്കെ, അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ വെലോസിറ്റി ഈസ് 15t square by 2 minus 20t plus c1. ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ c1 ഉണ്ടായിരിക്കും. Then integrate this velocity with respect to time, then you will get displacement. Okay, so displacement equal to 2.5 t cube minus 10 square plus c1t plus c2. Okay, so we got the equation for velocity and the displacement. Okay, so ഇതുവരെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് ആഫ്റ്റർ 10 സെക്കൻഡ് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും ആക്സലറേഷൻ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ അതിലിടക്ക് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഈ വെലോസിറ്റിന്റെ ഇക്വേഷനിൽ ഒരു കോൺസ്റ്റന്റ്, ദർ ഇസ് എ കോൺസ്റ്റന്റ് c1 ആൻഡ് അഗെയിൻ ഇൻ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷനിൽ c1 ആൻഡ് c2. ഓക്കെ, സോ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദി കോൺസ്റ്റന്റ് c1 ആൻഡ് c2. ഓക്കെ, അതിനാണ് നമുക്കൊരു കണ്ടീഷൻ തന്നിരിക്കുന്നത്. അതായത് അറ്റ് എ നിങ്ങൾ നോക്കുക, പോയിന്റ് എയിൽ t0, time 0 and displacement also 0. Okay, so that is the first boundary condition. And second condition at B. B il nokka ningal, at B time 5 second and here displacement of the particle is 30 meter. Okay, so ee രണ്ട് boundary conditions apply ചെയ്താൽ നിങ്ങൾക്ക് C1 and C2 കണ്ടുപിടിക്കാം. Okay, so നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് അറ്റ് t ഈക്വൽ ടു 0 ഡിസ്പ്ലേസ്മെന്റ് ഈസ് 0. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷനിൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ, t ഈക്വൽ ടു 0. ഓക്കെ, ദാറ്റ് ഈസ് t ഈക്വൽ ടു 0 ഡിസ്പ്ലേസ്മെന്റ് 0 അറ്റ് a.
ഓക്കെ. സോ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷനിൽ ടിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അഗെയിൻ ഡിസ്പ്ലേസ്മെന്റ് ഓൾസോ 0. ഓക്കെ, 0 ഈക്വൽ ടു 2.5 0 cube minus 10 0 square plus C1 into 0 plus C2. Okay, so from that you will get C2. Substitute T equal to 0. Okay, so C2 equal to 0. Okay, so first condition നമുക്ക് C2 constant C2 ന്റെ വാല്യൂ കിട്ടി. C2 equal to 0. Okay, ഡിസ്പ്ലേസ്മെന്റും 0 ആണ്. Okay, so അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ C2 കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് C1 കിട്ടണം, കോൺസ്റ്റന്റ് അല്ലേ? ഓക്കെ, സോ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ എന്തായിരുന്നു? അറ്റ് ബി എന്ന് പറയുന്ന പോയിന്റിൽ ടൈം ഈക്വൽ ടു 5 സെക്കൻഡ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് 30 meter. Okay, so again displacement equation 5 square plus C1 into 5 plus C2. Okay, C2 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്തായിരുന്നു? 0 ആയിരുന്നു. Okay, so substitute that value C. Zero. Okay, എത്ര C1 വരുന്നത്? കണ്ടുപിടിച്ച പെട്ടെന്ന്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? ബിക്കോസ് നമ്മൾ അതാണ് കണ്ടീഷൻ. T equal to 5, displacement is 30. C1 എത്ര വരുന്നത്? എനിവൺ? C1 equal to minus 6.5. ഈ വാല്യൂ കിട്ടുന്നുണ്ടോ? ഓക്കെ, ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടാ? കാൽക്കുലേറ്ററിൽ കൊടുത്താൽ പെട്ടെന്ന് കിട്ടുമല്ലോ. ഓക്കെ, സോ C1 ആൻഡ് C2 നമുക്ക് കിട്ടി. ഓക്കെ, സോ വെലോസിറ്റിന്റെ ഇക്വേഷനിൽ നമുക്കറിയാം ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷനിൽ രണ്ട് കോൺസ്റ്റന്റ്. സോ നൗ വി ഹാവ് ടു കാൽക്കുലേറ്റ് വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ആക്സിലറേഷൻ ആഫ്റ്റർ 10 സെക്കൻഡ്. ഓക്കെ, സോ T equal to 10 സെക്കൻഡ് കൂടി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഫ്രം സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ ടൈം എടുക്കുവാണെങ്കിൽ ടോട്ടൽ 10 സെക്കൻഡ് ആണ്. ഓക്കെ, സോ സ്റ്റാർട്ടിങ് മുതലുള്ള ടൈമാണ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ
ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്തായിരുന്നു? 2.5 tq1 into 10 is minus 6.5. Okay. So ഇതിൽ t equal to 10 second substitute ചെയ്യാം. Okay. ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷനിൽ C1 C2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ t equal to 10 സെക്കൻഡ് കൊടുക്കുക. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ഡിസ്പ്ലേസ്മെന്റ് S. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഡിസ്പ്ലേസ്മെന്റ് 1435 മീറ്റർ. Okay, then find the velocity by substituting t equal to 10 second. Okay, so t equal to 10 second ലുള്ള velocity, acceleration, displacement ആണ് കാണേണ്ടത്. Okay, velocity ന്റെ equation നമുക്കറിയാം 7.5 t square minus 20t plus c1. Okay, here c1 is minus 6.5. Okay, then substitute t equal to 10 here. Okay, so 7.5 into 10 square minus 20 into 10 minus 6.5. ഇതായിരുന്നു വെലോസിറ്റിയുടെ ഇക്വേഷൻ. അതിൽ C1 എന്നുള്ള ടേം ഉണ്ട്. C1ന് വാല്യൂ കൊടുക്കുക. അഗെയിൻ t equal to 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 543.5 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും വെലോസിറ്റി. Okay, then find acceleration at t equal to 10 second. ആക്സിലറേഷന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ നിന്നാണ് നമ്മൾ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിച്ചത്. ഓക്കെ, സോ ആക്സിലറേഷൻ ഈസ് 15t minus 20. ഓക്കെ, സോ അതിൽ ഡയറക്റ്റ് ടിക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആക്സിലറേഷൻ കിട്ടും. ഓക്കെ, സോ 15 into 10 minus 20. Okay, so 150 minus 20. Okay, that is equal to 130 meter per second square. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലം ക്ലിയർ ആണോ? ഹലോ, റെസ്പോണ്ട് ചെയ്തേ. ഇപ്പൊ ഓൺലൈനിലുള്ളവരൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, സോ ഇതിൽ നമ്മൾ എങ്ങനെ ചെയ്തത്? ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, അതിന് ഇന്റഗ്രേറ്റ് ചെയ്ത് വെലോസിറ്റിയും അഗെയിൻ ഇന്റഗ്രേറ്റ് ചെയ്ത് ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിച്ചു. ഇനി നേരെ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റാ തന്നതെങ്കിലോ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വെലോസിറ്റി കിട്ടും, ആൻഡ് വൺസ് മോർ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആക്സിലറേഷൻ കിട്ടും. ഓക്കെ, സോ വേരിയബിൾ ആക്സിലറേഷൻ ടൈം ഫംഗ്ഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഡിഫറൻഷിയേഷനോ ഇന്റഗ്രേഷനോ ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ, സോ നമ്മൾ ഇത്ര വരെ ക്ലാസ്സിൽ കൈനമാറ്റിക്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? എന്തായിരുന്നു കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്? ഇൻ ദാറ്റ് വി ആർ നോട്ട് കൺസിഡറിങ് ദി ഫോഴ്സസ് കോസിങ് ദ മോഷൻ. ഇപ്പൊ നിങ്ങൾ ഇത്രയും ദിവസം ചെയ്ത പ്രോബ്ലംസ് നോക്കിയാൽ മതി, അതിൽ നമ്മൾ ഫോഴ്സിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നേ ഇല്ല. ഓൺലി അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ മാത്രം കൺസിഡർ ചെയ്തേ. അത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ ഓഫ് മോഷൻ, നമുക്ക് 3 ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ട്, അത് വെച്ചിട്ടാണ് സോൾവ് ചെയ്തത്.
ഓക്കെ, വെലോസിറ്റിന്റെയും ആക്സിലറേഷന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ടേമിലുള്ള ഇക്വേഷൻ ഓഫ് മോഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്തത്. ഓക്കെ, സോ നമ്മൾ ഇത്രയും സമയം കൈനമാറ്റിക്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ കൈനറ്റിക്സിലേക്ക് പോവാണ്. ഓക്കെ, സോ എന്തായിരുന്നു കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ? Here we are considering the forces causing the motion. Okay, forces and its effect on the moving body. Okay, so നമ്മളിപ്പം കൈനമാറ്റിക്സ് പഠിക്കുന്ന സമയത്ത് ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ചിട്ടാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്തത്. ഓക്കെ, സോ നമുക്ക് ഈ കൈനറ്റിക്സിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് there are three approaches that are Newton's second law, then work energy principle, then impulse and momentum theorems. ഓക്കെ, സോ നമുക്ക് കൈനമാറ്റിക്സിൽ ഈ മൂന്ന് അപ്രോച്ച് വഴി പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. ഓക്കെ, ഇതിൽ നമ്മൾ പ്രോബ്ലംസ് ആയിട്ട് ചെയ്യുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ബാക്കി രണ്ടിന്റെയും ബേസിക് കൺസെപ്റ്റ് മാത്രമേ പഠിക്കുന്നുള്ളൂ, എന്താണെന്നുള്ളത്, അതിന്റെ ഡെറിവേഷനും കാര്യങ്ങളും. പ്രോബ്ലംസ് ചെയ്യാനില്ല ആസ് പെർ സിലബസ് പ്രോബ്ലംസ് ആവശ്യമില്ല. ഓക്കെ, സോ നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ യൂസ് ചെയ്തിട്ടാണ് ഇതിലെ പ്രോബ്ലംസ് ചെയ്യുന്നത്, കൈനറ്റിക്സിൽ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്കിതിൽ ഫോഴ്സസ് കൂടി കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ നമുക്ക് എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് ന്യൂട്ടൺ സെക്കൻഡ് ലോ? ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എന്തായിരുന്നു ന്യൂട്ടൺ സെക്കൻഡ് ലോ? F is equal to ma. Okay, total force equal to mass into acceleration. Okay, മൂവിങ് ബോഡി ആണ്, സോ അതിനൊരു ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. ബോഡിന്റെ മാസ് ആണ് m. ഓക്കെ, സോ അതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് ആണ് F. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ as per ന്യൂട്ടൺ സെക്കൻഡ് ലോ F is equal to ma. We can write F is equal to ma. Okay, or we can write F minus ma equal to 0. From F is equal to ma, we can write F minus ma equal to 0. Okay, and this equation is known as dynamic equilibrium equation. Okay, F minus ma equal to 0 is known as dynamic equilibrium equation. Okay, and here the term minus ma is called inertia force. Okay, so നിങ്ങൾക്ക് ഈ ഇക്വേഷൻ കാണാലോ, F minus ma equal to 0. അതിൽ ഈ മൈനസ് എം എ എന്ന് പറഞ്ഞ ടേമിനാണ് നമ്മൾ ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ, a body will be in dynamic equilibrium under the action of external force and inertia force. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും എഫ് മൈനസ് എം എ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, സോ അതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സും ഇനേർഷ്യ ഫോഴ്സും ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ പറയുന്നത് ഡി-അലംബേർട്സ് പ്രിൻസിപ്പിൾ. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് ഡി-അലംബേർട്സ് പ്രിൻസിപ്പിൾ. എഫ് മൈനസ് എം എ ഈക്വൽ ടു 0. ഓക്കെ, ഈ ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയം ഇക്വേഷനാണ് പറയുന്നത്. ഇത് തിയറി ആയിട്ട് ചോദിക്കുന്നതാണ് 3 മാർക്സിന് എപ്പോഴും. വാട്ട് ഈസ് ഡി-അലംബേർട്ട് പ്രിൻസിപ്പിൾ? ഓക്കെ, സോ ഫോർ എ മൂവിംഗ് ബോഡി ഇറ്റ് വിൽ ബി ഇൻ ഡൈനാമിക് ഇക്വിലിബ്രിയം under the action of external force and inertia force. Okay, so moving body ന്റെ കേസിൽ ടോട്ടൽ ഫോഴ്സ് ഒരിക്കലും 0 ആയിരിക്കില്ല. That is equal to mass into acceleration. Okay, നമുക്കറിയാം റെസ്റ്റിലായിരിക്കുന്ന ബോഡി ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള ബോഡിയിലാണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് 0 ആണ്. ഓക്കെ, ആ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ജസ്റ്റ് ഇത് നോട്ട് ചെയ്ത് വെക്കുക. വാട്ട് ഈസ് ഡി-അലംബേർട്സ് പ്രിൻസിപ്പിൾ? ഓക്കെ, സോ ഈ ഒരു കണ്ടീഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൈനറ്റിക്സിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ടോട്ടൽ ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻ ടു ആക്സിലറേഷൻ. ഓക്കെ, സോ അതിലിടക്ക് നമുക്ക് മനസ്സിലാക്കും. നമ്മൾ ഫസ്റ്റ് 2 മോഡ്യൂൾസിൽ സ്റ്റാറ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ? ഒരു റെസ്റ്റിലായിരിക്കുന്ന ബോഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്ത്. ഓക്കെ,
നമ്മളിപ്പോൾ ഡയനാമിക്സാണ് പഠിക്കുന്നത്, ഒരു മൂവിങ് ബോഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫോർ എ റെസ്റ്റ്, ഒരു റെസ്റ്റിലായിരിക്കുന്ന ബോഡീൻ്റെ കേസിൽ ടോട്ടൽ ഫോഴ്സസ് വിൽ ബി 0. ഓക്കെ, total horizontal force, that is sigma fx equal to 0, and total vertical force sigma fy equal to 0. Okay, at equilibrium condition. Okay, so റെസ്റ്റിലായിരിക്കുന്ന ബോഡിയിൽ നിങ്ങൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് കണ്ടുപിടിച്ചാലും ടോട്ടൽ വേർട്ടിക്കൽ ഫോഴ്സ് എടുത്താലും ദാറ്റ് വിൽ ബി 0. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് എ മൂവിങ് ബോഡി, ഓക്കെ, നിങ്ങൾക്ക് ഒരു ഇവിടെ ബോഡി കാണാൻ പറ്റൂ, മൂവിങ് ബോഡി, ആൻഡ് എ ഫോഴ്സ് എഫ് ഈസ് ആക്ടിങ് on this body, and this body has a mass of m and it has an acceleration a. Okay, so ഈ ഒരു ഫോഴ്സ് റൈറ്റ് സൈഡിലേക്ക് ഫോഴ്സ് കൊടുത്താൽ നമുക്കറിയാം ബോഡി ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഓക്കെ, മോഷൻ വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, സോ ഈ കേസിൽ ഹൊറിസോണ്ടലി ഈ ബോഡിക്ക് മോഷൻ ഉണ്ട് അല്ലേ, ബട്ട് വേർട്ടിക്കൽ ഡയറക്ഷനിൽ ഇതിന് മോഷൻ ഉണ്ടോ? ഇല്ല. ഓക്കെ, സോ നമുക്ക് എന്ത് എഴുതാം? വേർട്ടിക്കൽ ഡയറക്ഷൻ ദർ ഈസ് നോ മോഷൻ. ഓക്കെ, സോ ടോട്ടൽ വേർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, ബിക്കോസ് നിങ്ങൾ നോക്കുക, ഞാൻ ഫോഴ്സ് റൈറ്റ് സൈഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. സോ ബോഡി വിൽ മൂവ് ടുവേർഡ്സ് റൈറ്റ് സൈഡ്. ഓക്കെ, സോ ഹിയർ മോഷൻ ഈസ് ഓൺലി ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഓക്കെ, സോ ഈ ഒരു ഡയറക്ഷനിലാണ് മോഷൻ ഉള്ളത്. ഓക്കെ, and vertical direction there is no motion. ബോഡി ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നത്, വെർട്ടിക്കലി മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ആ കേസ് നമുക്ക് എന്ത് പറയാം? ടോട്ടൽ വേർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0, ബട്ട് ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് സിഗ്മ എഫ് എക്സ് വിൽ നോട്ട് ബി ഈക്വൽ ടു 0. ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് 0 ആയിരിക്കില്ല, ബിക്കോസ് ബോഡി മൂവ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു, അതാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നത്, മാസ് ഇൻ ടു ആക്സലറേഷൻ. ഓക്കെ, സോ ഈ രണ്ട് കണ്ടീഷൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, റെസ്റ്റിലായിരിക്കുന്ന ബോഡീൻ്റെ കേസിൽ ടോട്ടൽ ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0. ഓക്കെ, ബട്ട് ഫോർ എ മൂവിങ് ബോഡി മോഷനിലുള്ള ഡയറക്ഷനിൽ ഹൊറിസോണ്ടൽ വേർട്ടിക്കൽ ആയിരിക്കണം എന്നില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. മോഷൻ ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിലെ ടോട്ടൽ ഫോഴ്സ് will not be 0, that is equal to mass into acceleration. Okay, ma. But other direction, motion ഇല്ലാത്ത ഡയറക്ഷനിൽ ടോട്ടൽ ഫോഴ്സ് 0 ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു എം എന്ന് എഴുതി. ഹൊറിസോണ്ടൽ ഡയറക്ഷനുള്ള ഫോഴ്സ് ഏതാ ഇവിടെ ഈ ഫിഗറിൽ? എഫ് അല്ലേ? ഓക്കെ, സോ എഫ് ഈസ് ഈക്വൽ ടു എം എ. വി ക്യാൻ റൈറ്റ് എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ. എം എന്ന് പറയുന്നത് മാസ് ആണ്, എ ആക്സിലറേഷൻ ഓഫ് ദ ബോഡി. ഓക്കെ, മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ബോഡിക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ടാവുമല്ലോ. ഓക്കെ, ഓക്കെ, ദെൻ ഇവിടെ സൈൻ കൺവെൻഷൻ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ കേസിൽ വേർട്ടിക്കൽ ഡയറക്ഷനിൽ എന്താ മോഷൻ ഒന്നുമില്ല. ഓക്കെ, സോ നമുക്ക് സാധാരണ സൈൻ കൺവെൻഷൻ ഉപയോഗിക്കാം. അപ്വേർഡ് ഫോഴ്സ് പോസിറ്റീവ് ആൻഡ് ഡൗൺവേർഡ് ഫോഴ്സ് നെഗറ്റീവ്. നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത് അത് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, മോഷന്റെ അല്ലാത്ത ഡയറക്ഷൻ, മോഷൻ ഇല്ലാത്ത ഡയറക്ഷനിൽ സൈൻ എടുക്കുമ്പോൾ നിങ്ങൾ എന്താണോ പഠിച്ചത് അത് തന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ബട്ട് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇവിടെ മോഷൻ ഉണ്ട്. ഓക്കെ, സോ ആ ഡയറക്ഷനിൽ സൈൻ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് താഴെ ഞാൻ നോട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. Okay, and forces opposite to the motion is taken as negative. Okay, so മോഷന്റെ ഡയറക്ഷനിലുള്ള ഫോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കണ്ടേ? ഏത് ഡയറക്ഷനിലാണോ മോഷൻ ആ ഡയറക്ഷനിലേക്ക് വരുന്ന ഫോഴ്സ് ഒക്കെ പോസിറ്റീവ് സൈൻ കൊടുക്കുക. ഓക്കെ, ദെൻ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഡയറക്ഷനിലുള്ള ഫോഴ്സിന് നെഗറ്റീവ് സൈനും കൊടുക്കണം. ഓക്കെ, മോഷന്റെ ഡയറക്ഷനിൽ പോസിറ്റീവ് സൈൻ, ദെൻ forces opposite to the motion is taken as negative. Okay,
ദെൻ ഇതിൽ വേർട്ടിക്കൽ ഡയറക്ഷനിൽ മോഷൻ ഒന്നുമില്ല. സോ നമുക്ക് സാധാരണ സൈൻ കൺവെൻഷൻ ഉപയോഗിക്കാം. അപ്വേർഡ് ഫോഴ്സ് പോസിറ്റീവ്, ഡൗൺവേർഡ് ഫോഴ്സ് നെഗറ്റീവ്, അതായത് ഈ പറഞ്ഞ കാര്യം. ബട്ട് മോഷൻ ഏത് ഡയറക്ഷൻ ആണോ അവിടുത്തെ ഫോഴ്സ് എടുക്കുമ്പോൾ അതിന്റെ സൈൻ എടുക്കുമ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞ പോലെ ഈ ഒരു എക്സ് റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് എടുക്കും, ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ നെഗറ്റീവ്. ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഓക്കെ ക്ലിയർ ആണോ? ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഇത് ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, ഒരു സിമ്പിൾ പ്രോബ്ലം ചെയ്യാം. ഓക്കെ സോ നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് സിംഗിൾ ബോഡി ഓൺ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ഇൻക്ലൈൻ പ്ലെയിൻ. രണ്ട് കേസിലുള്ള പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള മോഷൻ അല്ലെങ്കിൽ ഒരു ഇൻക്ലൈൻ പ്ലെയിനിലുള്ള മോഷൻ. ഓക്കെ രണ്ടും ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഫസ്റ്റ് വി ക്യാൻ ഡിസ്കസ് മോഷൻ അലോങ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഓക്കെ സോ റൈറ്റ് ഡൗൺ ദ ക്വസ്റ്റ്യൻ. A block weighing 1000 Newton rests on a horizontal plane. Okay. Find the magnitude of the force required to give the block an acceleration of 2.5 meter per second square to the right. The coefficient of kinetic friction between the block and the plane is 0.25. Okay. So എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേ? A block of weight 1000 Newton rest on a horizontal plane. Okay. So ഒരു 1000 Newton weight ഉള്ള ബ്ലോക്ക് ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ സോ വെയിറ്റ് ഓഫ് ദിസ് ബോഡി ഈസ് 1000. Okay. The next condition, find the magnitude of the force required to give the block an acceleration of 2.5 meter per second square to the right. അതായത് നമുക്ക് ഈ ബ്ലോക്കിനെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ അങ്ങനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി എത്ര ഫോഴ്സ് നമ്മൾ ഇവിടെ കൊടുക്കണം? ഓക്കെ സോ ഫോഴ്സ് മാർക്ക് ചെയ്യാം. റൈറ്റ് സൈഡിലേക്കാണ് മോഷൻ വേണ്ടത്. ഓക്കെ സോ ഫോഴ്സ് ഓൾസോ ഷുഡ് ബി ആക്ട് ടുവേർഡ്സ് റൈറ്റ് സൈഡ്. ഓക്കെ സോ മാർക്ക് ഇറ്റ് ആസ് എഫ്. ഓക്കെ നമുക്ക് ഈ ബ്ലോക്കിനെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിക്കണം. ഓക്കെ we have to move the motion towards right side. Motion of the block. Okay then one more condition, the coefficient of kinetic friction between block and the plane is 0.25. Okay what is this? Mu. Okay so നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫ്രീ ബോഡി ഡയഗ്രാം വരക്കണം. ഓക്കെ ഇവിടെ ബോഡി മാർക്ക് ചെയ്തിട്ടുണ്ട്, വെയിറ്റും മാർക്ക് ചെയ്തിട്ടുണ്ട്, ദെൻ അതിൽ കൊടുക്കേണ്ട ഫോഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ വാട്ട് ആർ ദ അതർ ഫോഴ്സസ് യു ഹാവ് ടു മാർക്ക്? ഓക്കെ സോ ഈ ബോഡി ഫ്ലോറിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. സോ ഫ്ലോറിൽ നിന്ന് ഒരു റിയാക്ഷൻ ഉണ്ടാവും അല്ലേ? ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുന്നൊക്കെ മറന്നുപോയാ? ഓക്കെ സോ ദിസ് ഈസ് റിയാക്ഷൻ RN. ഓക്കെ കഴിഞ്ഞോ? ഇല്ല ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കോയിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് 0.25. അങ്ങനെയാണെങ്കിൽ എന്താ? വി ഹാവ് ടു കൺസിഡർ ദി ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൾസോ. ഓക്കെ സോ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കോയിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സും കൂടി കൺസിഡർ ചെയ്യേണ്ടി വരും. അതിനാണ് തന്നേക്കുന്നത്. ഓക്കെ സോ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടി ഫ്രീ ബോഡി ഡയഗ്രത്തിൽ വരക്കണം. ഓക്കെ സോ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും ഇവിടെ ഉണ്ടാവുക? ഫോഴ്സ് റൈറ്റ് സൈഡിലേക്കാണ്. Body is also moving towards right side. Okay and we know frictional force is always acting opposite to the motion and it will be at the contact surface. Okay so ഈ ബോഡിന്റെയും സർഫസിന്റെ ഇടയിലുള്ള കോണ്ടാക്ട് പോയിന്റിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്യാം. Okay I'm writing a small f. Okay
ക്യാപിറ്റൽ എഫ് അതിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇവിടെ സ്മോൾ എഫ് ആയിട്ടാണ് എഴുതിയത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു മ്യൂ ആർ എൻ. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മ്യൂ ആർ എൻ, നമ്മൾ പഠിച്ചിട്ടുള്ളതാ. ഓക്കെ, സോ ഫ്രീ ബോഡി ഡയഗ്രാം കംപ്ലീറ്റ് ആയി, എല്ലാ ഫോഴ്സും മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മോഷനിലുള്ള ബോഡീന്റെ കേസിലുള്ള ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാം. എന്തൊക്കെയായിരുന്നു? ഇവിടെ നിങ്ങൾ നോക്കുക, ബോഡി ഹൊറിസോണ്ടലി ആണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ദർ ഈസ് നോ മോഷൻ ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് സിഗ്മ എഫ് ഐ ഈക്വൽ ടു 0. And body is moving in horizontal direction, so total horizontal force sigma fx equal to 0 ആണോ? അല്ല, മോഷൻ ഉണ്ടെങ്കിൽ ആ ഡയറക്ഷനിലെ ടോട്ടൽ ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻ ടു ആക്സിലറേഷൻ. ഓക്കെ, സോ ആക്സിലറേഷൻ ഈസ് ഗിവൺ 2.5 meter per second square. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്യാം, സിഗ്മ എഫ് ഐ ഈക്വൽ ടു 0. ഓക്കെ, ഗിവൺ വാല്യൂസ് എഴുതാം ആദ്യം. വെയിറ്റ് 1000 ന്യൂട്ടൺ, ആക്സലറേഷൻ 2.5 meter per second square, mu is 0.25. Okay, so first condition ആണ്, since there is no motion in vertical direction, net force in vertical direction is 0. That is sigma, ഇപ്പൊ ഞാൻ പറഞ്ഞത് തന്നെയാണ്, Fy equal to 0. Okay, because body horizontally ആ മൂവ് ചെയ്യുന്നത്. Okay, then vertical direction ഏതൊക്കെ ഫോഴ്സ് ഉണ്ട് നോക്കിയേ. Weight of the body is acting in downward direction and reaction acting in upward direction. Okay, so sign convention കൊടുക്കുമ്പോൾ എങ്ങനെയാ? നമ്മൾ സാധാരണ പഠിച്ചു തന്നെ അല്ലേ? വെർട്ടിക്കൽ അപ്വേർഡ് ഡയറക്ഷനിലെ ഫോഴ്സിന് പോസിറ്റീവ് കൊടുക്കുക, ഡൗൺവേർഡ് ഡയറക്ഷനിലെ ഫോഴ്സിന് നെഗറ്റീവ് കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആർ എൻ അപ്വേർഡ് ഡയറക്ഷൻ ആണ്, സോ ആർ എൻ മൈനസ് ഡബ്ല്യു ഈക്വൽ ടു 0. Okay, from that you will get Rn. What is Rn? Rn equal to W. Okay, W നമുക്ക് തന്നിട്ടുണ്ട്, that is 1000 Newton. Okay, then apply next condition, sigma fx equal to ma. Because horizontal direction ആണ് motion ഉള്ളത്, so total net force sigma fx equal to mass into acceleration. Okay, so ഇവിടെ നെറ്റ് ഫോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഏതൊക്കെ ഫോഴ്സ് ഉണ്ട്? എക്സ്റ്റേണൽ ഫോഴ്സ് എഫ്, നമ്മൾ ഈ ബോഡി മൂവ് ചെയ്യിക്കാൻ വേണ്ടി അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് സ്മോൾ എഫ് ഉണ്ട്, മ്യൂ ആർ എൻ. ഓക്കെ, സോ ഇത് രണ്ടുമാണ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ നെറ്റ് ഫോഴ്സ്. ഓക്കെ, സോ അതിന് സൈൻ എങ്ങനെ കൊടുക്കണം? മോഷൻ ഏത് ഡയറക്ഷനിലേക്കാ? റൈറ്റ് സൈഡിലേക്കാണ് മോഷൻ ഉള്ളത്. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ അതേ ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സിന് പോസിറ്റീവ് കൊടുക്കുക. ഇവിടെ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് റൈറ്റിലേക്കാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അതിന് നമുക്ക് പോസിറ്റീവ് സൈൻ കൊടുക്കാം. ദെൻ ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ ആർ എൻ ലെഫ്റ്റിലേക്കാണ് ഡയറക്ഷൻ. ഓക്കെ, മോഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ്, സോ നമുക്ക് നെഗറ്റീവ് സൈൻ കൊടുക്കാം. ഇത് നിങ്ങൾ സാധാരണ പഠിച്ച സൈൻ കൺവെൻഷൻ തന്നെ ഇവിടെ വന്നേ, ഈ ഒരു ക്വസ്റ്റ്യനിൽ അങ്ങനെ വന്നതാണ്, എല്ലാത്തിലും അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഓക്കെ, സോ എപ്പോഴും നോക്കേണ്ടത് മോഷന്റെ ഡയറക്ഷനുള്ള ഫോഴ്സിന് പോസിറ്റീവ്. ഓക്കെ, ഇവിടെ നിങ്ങൾ മോഷൻ നോക്കുക, റൈറ്റ് സൈഡിലേക്കാണ് ബോഡി മൂവ് ചെയ്യുന്നത്, അതേ ഡയറക്ഷനുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സിന് പോസിറ്റീവ് സൈൻ കൊടുക്കുക, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഫോഴ്സിന് നെഗറ്റീവ് സൈൻ. ഓക്കെ, സോ എഫ് മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈക്വൽ ടു എം എ, മാസ് ഇൻ ടു ആക്സിലറേഷൻ. ഓക്കെ, ഓക്കെ, സോ ഇതിൽ ആർ എൻ നമുക്ക് ഓൾറെഡി കിട്ടി, 1000 ന്യൂട്ടൺ ആണ്. ഓക്കെ, സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ,
F minus mu Rn equal to mass into acceleration, or F minus mu is given 0.25. Rn already നമ്മൾ കണ്ടുപിടിച്ചു 1000 Newton. Okay, so into 1000 equal to mass into acceleration ആണ്. Okay, here weight of the body is given. W ആണ് തന്നത്. സോ എങ്ങനെ മാസിലേക്ക് കൺവേർട്ട് ചെയ്യാം? നമുക്കറിയാം W is equal to mg. Okay, so from that mass equal to W by G. Okay, G is 9.8. Okay, so അതാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. Okay, വെയിറ്റ് ആണ് തന്നെങ്കിൽ നമുക്കിവിടെ ഇക്വേഷനിൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. ഓക്കെ, സോ അതിനെ മാസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ W by G ചെയ്യുക. 1000 ഡിവൈഡഡ് ബൈ 9.81 into acceleration is already given 2.5. Okay, so ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ you will get force required to move the body. Okay, clear ആണോ? Okay, roll number 1 chat box ൽ ഇട്ടേ 1. Absent 2. 3. 1 2. Okay, 3. പിന്നെ 4. 5. 6. 7. 8. 9. 10. 11. 12. 13. 13 absent. Okay, 14. Present. 14 ഉണ്ട്. 15. 16. 17. 18. 19. 20. 21. 22.